ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 9th ആനിവേഴ്സറി ഫ്രീ ഫയറിന്റെ റിവാർഡ്സിനെ കുറിച്ചാണ്. സോ ദാണ്ട് ഈ ഒരു ബണ്ടിലല്ലേ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിലാണ്. ഇതെങ്ങനെ എടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഡെയിലി ചെക്കിൻ റിവാർഡ്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഇന്റർഫേസ്. ഇതുവരെയായിട്ട് എങ്ങനെ ഫ്രീ ആയ ഐറ്റംസ് ക്ലെയിം ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല റിംഗ് ഇവന്റ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയുള്ള റിംഗ് ഇവന്റ് വരുന്നുണ്ട്. ഈ ഒരു പെറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഈ ദിവസം വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിനകത്ത് ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം 9th ആനിവേഴ്സറി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിനകത്ത് ഇപ്പം ഈ ഒരു മാപ്പില്ലേ, സോ ഇതിനകത്ത് നമ്മൾ ഏജ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ മൈനർ ആണോ മേജർ ആണോ നമ്മളിവിടെ കൊടുക്കണം. സോ നിങ്ങൾ മേജർ ആണെങ്കിൽ കേസ് നിങ്ങൾക്ക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതായത് നിങ്ങൾ മേജർ ആണെങ്കിൽ കേസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ പേരൻസിന് നമ്പറും എല്ലാം കൊടുക്കുന്ന സമയത്ത് കേസിപ്പം നിങ്ങൾ മൈനർ ആണെങ്കിൽ അത് പോകും, അല്ലെങ്കിൽ നിങ്ങൾ മേജർ ആണെങ്കിൽ കേസും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. നിങ്ങൾ മൈനർ ആണെങ്കിൽ പേരൻസിന് നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഇങ്ങനെ കേസിപ്പം നിങ്ങൾ OTP കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് കേസും വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതിന് നേരത്തെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കേസിപ്പം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇത് വന്നിട്ടുണ്ട്. സോ അത് മാത്രമല്ല നിങ്ങൾക്ക് താണ്ടി ഈ ഒരു പെറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ BR-നകത്തും CS-നകത്തും ഉപയോഗിക്കുന്ന ഈ ഒരു പെറ്റ് കേസും വലിയൊരു ശല്യമാണിത്. സോ ഇതിനെ പറ്റിയിട്ട് വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പെറ്റിന് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആക്കണോ അറിയായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ഡിസ്റ്റൻസ് അവർ കുറച്ചിട്ടുണ്ട്. നമ്മുടെ BR-നകത്ത് 100 മീറ്ററും നമ്മുടെ CS-നകത്ത് 50 മീറ്ററുമായിട്ട് ഇവർ ഡിസ്റ്റൻസ് കുറച്ചിട്ടുണ്ട്. അതായത് ഇപ്പം പിന്നെ അത് ഗ്ലൂ ആളൊന്നും ഇടാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മളെ ഏതെങ്കിലും ഒരു എനിമീസിനെ ഈസിപ്പോൾ അവിടെ റിവൈവ് ചെയ്യുവാണെങ്കിൽ അതിനൊന്നും ഇനി പറ്റത്തില്ല. അത് മാത്രമല്ല ഇനി ഇത് പെട്ടെന്ന് ഈസിപ്പോൾ ഇത് ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ടാവും. നമുക്ക് കുറച്ച് ഡാമേജ് വന്നിട്ട് ഇത് പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ടാവും. അത് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ പെട്ടെന്ന്. ഇതുകൂടാതെ ഗെയിമിനകത്തോട്ട് ഈ ഒരു ആനിവേഴ്സറി റിംഗ് ഇവന്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഫിസ്റ്റിന്റെ താണ്ടി ഒരു ഫെയർവീൽ ഇവന്റും ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. അടിപൊളിയുള്ള ഫിസ്റ്റിന്റെ സ്കിന്നാണ് വന്നേക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഈ 9th ആനിവേഴ്സറി മെയിൻ ഇവന്റ് ഇന്ന് നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ട്. 24-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയാണ് ഈ ഒരു ഇവന്റ്. ആനിവേഴ്സറി പാർട്ടി സ്റ്റോറി ഇവന്റ് വന്നിട്ടുണ്ട്. ഇന്ന് തൊട്ട് 14-ാം തീയതി വരെ, ജൂലൈ 14-ാം തീയതി വരെ ഉണ്ട്. ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അടിപൊളിയുള്ള റിവാർഡ്സ് കിട്ടും. ഇത് കൂടാതെ തന്നെ നമുക്ക് ബാനർ, അവതാരം, ഒരു വാക്കി ടോക്കി ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററിൽ ഒരു ഗ്രാൻഡ് നിങ്ങൾ കണ്ടു കാണും. ഇതാണ് ആ ഒരു മെയിൻ ഇവന്റ് ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 9th ആനിവേഴ്സറിയുടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെല്ലാം ക്ലെയിം ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ കൂടാതെ കുറേ അധികം ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു ബണ്ടിലാണ്. ഓക്കെ, അടിപൊളിയുള്ളൊരു ബണ്ടിലാണ്. സോ ആനിവേഴ്സറി റിംഗ് ഇവന്റ് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ഉള്ള റിവാർഡ്സ് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സോ ഇത് ഓൾറെഡി നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 സ്പിന്നെന്ന് വെച്ചാൽ 9 ഡയമണ്ട് കൊടുത്താൽ മതി. അതായത് 9 ആനിവേഴ്സറിയാണ്, 9th ആനിവേഴ്സറിയാണ്. സോ അതുകൊണ്ട് തന്നെ 2 സ്പിൻ 9 ഡയമണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഇതിപ്പോൾ നമുക്ക് വൗച്ചർ ഉണ്ട്. ആ ഒരു വൗച്ചർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്പിൻ ചെയ്യാൻ പറ്റും. സോ വൗച്ചർ കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് ഇതിൽ കൂടെ ആണ്. ഓക്കെ, സോ ആനിവേഴ്സറി നമുക്ക് കുറേ അധികം ഫ്രീ ആയുള്ള റിവാർഡ്സ് കിട്ടുന്നുണ്ട്. സോ അതിനകത്ത് നമ്മൾ ഡെയിലി ചെക്കിംഗ് റിവാർഡ്സിനകത്താണ് നമുക്കിത് കിട്ടാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് ഒരു ഫേസ് പെയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ യൂണിവേഴ്സൽ വൗച്ചർ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് ആനിവേഴ്സറി പരേഡ് എന്ന് പറയുന്ന ഈ ഇമോട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഇമോട്ടാണ്. നിങ്ങൾ ടീം ആയിട്ടും ഇടാൻ പറ്റും. മാത്രമല്ല നമ്മുടെ എനിമീസിന് ഇത് ഇടാൻ പറ്റും. ഓക്കെ, സോ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റും. സോ എനിമീസ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഫ്രീ ആയ റിവാർഡ്സ് ക്ലെയിം ചെയ്യാനാണ് നമ്മുടെ 9th ആനിവേഴ്സറി ഫ്രീ റിവാർഡ്സ്. ഇതാണ് മെയിൻ ഇന്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ഫ്രീ റിവാർഡ്സ് കാണാൻ പറ്റും. സോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു ടോക്കൺ എക്സ്ചേഞ്ചിങ് റിവാർഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ഒരു ടോക്കൺ ഉണ്ട്. ആ ഒരു ടോക്കൺ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം. ഇപ്പം നമുക്ക് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നേരെ പോയാൽ മതി. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കേസ് ഇപ്പം നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ്. സോ ഇവിടെ നിങ്ങൾക്കാണ് ഒരു പാരാഫലിൻ്റെ സ്കിന്നൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ റിവാർഡാണ്. എല്ലാ മൈൽ സ്റ്റോൺ റിവാർഡാണ്. എങ്ങനെയൊക്കെയാണെന്ന് ദിവസം പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു മെയിൻ ഇവന്റ് ഇന്റർഫേസ് അതോട് കയറുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഇതും ടോക്കൺസ് കിട്ടുന്നതാണ്. ഈ ഒരു ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺസ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരിക. എന്നിട്ട് നമ്മൾ സെലിബ്രേറ്റ് കൊടുക്കുക. ഓക്കെ, തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് പണ്ട് അലോക്കിൻ്റെ ഇവന്റ് വന്ന പോലെ തന്നെ സെയിം ഇവന്റ് ആണിത്. ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരോ മൈൽ സ്റ്റോൺ നമുക്ക്
നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നുണ്ടാവും. ഓരോരോ മൈൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താണ്ടി ഈ ഒരു സംഭവം കിട്ടുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം ഒരു ടെംപ്ലേറ്റ് ആണ്. ഈസപ്പം അത് നിങ്ങൾ നടന്നു വെച്ചേക്കുക. അത് മാത്രമല്ല GTൻ്റെ ഒരു സ്കിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെന്താ ഈസപ്പം നമുക്ക് 2 ദിവസത്തേക്കാണ് കിട്ടുന്നത്. ഇതെല്ലാം ഈസം നമുക്ക് ചെക്കിൻ റിവാർഡ്സ് ആണ്. നമുക്ക് മെയിനുള്ള റിവാർഡ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. സോ അത് മാത്രമല്ല ഗോൾഡ് റോയൽ വൗച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഗോൾഡ് റോയലും മാത്രമല്ല നമ്മുടെ വെപ്പൺ റോയലും സ്പിൻ ചെയ്യേണ്ട വൗച്ചറാണിത്. ഇതും വന്നിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ദിവസം നമുക്ക് ലക്കി ലോബി ഡ്രീം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 5ാമത്തെ ദിവസം നമുക്ക് ഒരു GTൻ്റെ സ്കിൻ നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. അതും ടൈം ലിമിറ്റ് ആണ്. സോ ഇത് കൂടാതെ തന്നെ ഈസപ്പ് നമുക്ക് ഓരോരോ ദിവസം ഓരോരോ റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പ് നമുക്ക് ഈ ഒരു ക്രേറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ 7ാമത്തെ ദിവസം നമുക്ക് പിന്നീട് ഒരു ബാനറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ഒരു സെയിം ബാനർ തന്നെയാണ് ഈ ഒരു പാർട്ടി സ്റ്റോർ എന്ന് പറയുന്ന ഇവന്റ് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് പെർമനന്റ് ആയിട്ട് ആ ഒരു സമയത്തായിരിക്കും കിട്ടുന്നത്. പിന്നെ 8ാമത്തെ ദിവസം നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബാക്ക് പാക്ക് ആണ്. സോ നിങ്ങളെ ബാക്ക് പാക്ക് ആണ് ചേട്ടാ, ഇതാണ് ആ ഒരു ബാക്ക് പാക്ക് എന്ന് വെച്ചാൽ. സോ ഇത് അടിപൊളിയുള്ള ഒരു ബാക്ക് പാക്ക് ആണ്. സോ അതിൻ്റെ ഒരു എലിമിനേഷൻ ആ ഒരു ആനിമേഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സോ അത് മാത്രമല്ല നമുക്ക് 10ാമത്തെ ദിവസം കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം നമുക്ക് കുറേയധികം ഗോൾഡ് ആണ്. പിന്നെ നമുക്ക് കുറേയധികം ഗോൾഡുള്ള വൗച്ചർ വരുന്നുണ്ട്. സോ ആനിവേഴ്സറി പാർട്ടി ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പിന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം നമുക്ക് കുറേയധികം സെക്കൻഡറി റിവാർഡ്സ് ആണ്. അതായത് ഗോൾഡുള്ള വൗച്ചറാണ് കിട്ടുന്നത്. സോ 20ാമത്തെ ദിവസം നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ലെവൽ ബാഡ്ജ് ആണ്. അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം ലെവൽ 999 ആണ്. ഇങ്ങനത്തെ ഒരു ബാഡ്ജിങ് ഈസപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് കുറേ റിവാർഡ്സ് വേറെ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈസം നമ്മൾ ഒരു ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. സോ മെയിനുള്ള റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം ആ ഒരു മെയിൽ ബണ്ടിലാണ്. നമുക്ക് എല്ലാ ദിവസവും ടോക്കൺ കിട്ടുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു ഡെയിലി ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി നമുക്ക് ടോക്കൺ വരാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ടോക്കൺ ഇതുവരെ തന്നെ കംപ്ലീറ്റ് ചെയ്തോളൂ. നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസപ്പം നമുക്ക് താണ്ടി ഈ ഒരു സംഭവമൊക്കെയാണ്. ഹാൻഡ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, ലോബി ട്രീ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വോയിസ് പാക്ക് നമ്മൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ എനിമീസിനെ എലിമിനേറ്റ് ചെയ്യുക. നിങ്ങൾ ഇത്ര സമയം ട്രാവൽ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഗെയിം ഇത്ര സമയത്തേക്ക് കളിക്കുക. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഈസം ഡെയിലി ടാസ്ക്. സിമ്പിളായുള്ള സംഭവമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ചധികം സെക്കൻഡ് റിവാർഡ്സ് ഉള്ള ടോക്കൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബാനറും അവതാരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഗ്രനേഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രനേഡ് ഞാൻ ഓൾറെഡി തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം ഈസം നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഹാമറാണ്. ഈ ഒരു ഹാമർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ഈസം തല വലുതാവും. ഇങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. സോ ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന മെയിനായിട്ടുള്ള റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ബണ്ടിലാണ്. സോ ഇത് കൂടാതെ ഈ ഒരു പരാഫലിൻ്റെ സ്കിൻ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് വേറെ ഒരു മൈൽ സ്റ്റോൺ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇത്രയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ലാസ്റ്റാണ് നമുക്ക് ആ ഒരു മെയിൽ ബണ്ടിൽ കിട്ടാൻ പോകുന്നത്. സോ ഇത് കൂടാതെ തന്നെ പാന് മാത്രമല്ല പാരഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇത് കൂടാതെ തന്നെ ഈസപ്പം നമ്മുടെ മാജിക് സ്റ്റോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ചും ഈസപ്പം നമ്മൾ പറയുന്നതാണ്. സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. സോ ചാനലിലായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ അടുത്തൊരു വീഡിയോ കൂടെ കാണുന്നവരേക്കും ഇറ്റ്സ് പെഡ്രോ സൈനിങ് ഓഫ്.